നാട്ടിലെല്ലാവർക്കും ഇപ്പൊ ഗ്യാസിന്റെ പ്രതിസന്ധിയാ. എനിക്കും ഗ്യാസിന്റെ പ്രതിസന്ധിയാ. പക്ഷെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗ്യാസ് അല്ല. വാ കാണിച്ചു തരാം. പാല് കുടിച്ചതിന് ശേഷം ഗ്യാസ് തട്ടാന്നുള്ളതാണ് തൽക്കാലം എൻ്റെ പ്രതിസന്ധി. ചില സമയത്ത് എങ്ങനെയൊക്കെ തട്ടിയാലും ഗ്യാസ് പോവില്ല. എന്നാലും ഗ്യാസ് തട്ടുന്ന ഒരു 3 രീതി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒന്ന്, നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പൊസിഷനാണ്. അതിൽ ബേബിയുടെ തല നമ്മുടെ ഷോൾഡറിലായിരിക്കണം കിടക്കുന്നുണ്ടാവുക. പുറകിലേക്ക് വീണ് കിടക്കുന്ന പോലെ ആയിരിക്കരുത്. നെഞ്ച് നമ്മുടെ നെഞ്ചിൽ അമർന്നിരിക്കുക. കൈ ഇങ്ങനെ പൊത്തി പിടിക്കുന്ന പോലെ വെച്ചിട്ട് തട്ടിക്കൊടുക്കുക. മേലോട്ട് ജെന്റിലായിട്ട് തട്ടിക്കൊടുക്കുക. ഈ ഒരു പൊസിഷനിൽ പിടിക്കാൻ മിക്കവാറും പുതിയ അമ്മമാർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും. അടുത്ത പൊസിഷൻ, കുഞ്ഞിനെ നമ്മുടെ തൊടയിൽ ഇരുത്താം. കുഞ്ഞിന്റെ താടി ഭാഗത്ത് ഒരു സപ്പോർട്ട് ഉണ്ടാവുക, ഫ്രണ്ടിലേക്ക് ഇത്തിരി ആഞ്ഞിരിക്കുന്ന പോലെ. എന്നിട്ട് മുതുകത്ത് തട്ടിക്കൊടുക്കും. ഇതും പറ്റുന്നില്ലെങ്കിൽ കുഞ്ഞിനെ നമ്മുടെ തൊടയിലേക്ക് കമത്തി കിടത്താം. വയറ് നമ്മുടെ തൊടഭാഗത്ത് അമർന്നിരിക്കുന്ന പോലെ ഇതുപോലെ കിടത്തിയിട്ട് തട്ടിക്കൊടുക്കാം. കുറഞ്ഞത് ഒരു 1-2 മിനിറ്റെങ്കിലും ഗ്യാസ് തട്ടണം. നിർബന്ധമായിട്ടും ഓരോ ഫീഡ് കഴിയുമ്പോഴും ഗ്യാസ് പോയില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കിടത്താൻ പാടില്ല. ഫീഡ് ചെയ്ത് ഉടനെ തന്നെ ഗ്യാസ് തട്ടും. അതല്ല, ഗ്യാസ് പോയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10-15 മിനിറ്റ് കുഞ്ഞിനെ ഇതുപോലെ അപ്രൈറ്റ് പൊസിഷനിൽ പിടിക്കാൻ നോക്കും.